everyone, welcome back to Xylem. Welcome back to the world of English. So നമുക്ക് 15 ചാപ്റ്റേഴ്സ് ആണ് ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളത്. അതിൽ 5 എണ്ണം പോയംസ് ആണ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് എക്സാമിനും നിങ്ങൾക്ക് 2 വീതം പോയംസ് മാത്രം പഠിച്ചു പോയാൽ മതി. സോ പലപ്പോഴും നിങ്ങൾ അതിന്റെ അപ്രിസിയേഷൻ ബൈ ഹാർട്ട് ചെയ്ത് കൃത്യമായി പഠിച്ചു പോയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. എന്നാൽ പബ്ലിക് എക്സാമിൽ നമുക്ക് 5 പോയംസും അപ്രിസിയേഷനും ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനും ഒക്കെ പഠിക്കണം, which is going to be a bit difficult for you because നമുക്ക് 5 പോയംസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അത്രമാത്രം സമയം ഉണ്ടാവണമെന്നില്ല. ഏതെങ്കിലും ഒരു പോയിന്റ് തന്നെ അപ്രിസിയേഷൻ ചോദിക്കും എന്ന് നമുക്ക് ഗസ് എടുക്കാനും പറ്റില്ല, കാരണം ഇത് പബ്ലിക് എക്സാം ആണ്. തെറ്റിപ്പോയാൽ നമുക്ക് വേറെ ചാൻസ് ഇല്ല. പിന്നെ എന്താണ് നമ്മൾ ചെയ്യുക? വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ പറയാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇങ്ങനെയാണ് നിങ്ങളൊരു പോയം പഠിക്കേണ്ടത്. എങ്ങനെ? ഒരു പോയം പഠിക്കുന്ന സമയത്ത് ആ പോയത്തിന്റെ അപ്രിസിയേഷൻ എഴുതാൻ വേണ്ടി അത് പഠിക്കാം. അതായത് ആ പോയം വായിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പിക്കുക, ഇതിന്ന് ഏത് സ്റ്റാൻഡേർഡ് അപ്രിസിയേഷൻ ചോദിച്ചു കഴിഞ്ഞാലും അത് എനിക്ക് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി പറ്റും. അതിനെന്താ ആദ്യം ചെയ്യേണ്ടത്? അതിന് എല്ലാ പോയത്തിനും നമ്മളൊരു ഇൻട്രൊഡക്ഷൻ റെഡിമെയ്ഡ് ആയിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. യെസ്, യു ഹേർഡ് മീ റൈറ്റ്. ഏത് പോയം, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗോ, പോയട്രിയോ, ബാലഡ് ഓഫ് ഫാദർ ഗില്ലിനോ എന്തും ആയിക്കോട്ടെ, പോയം വന്നാൽ ഇൻട്രൊഡക്ഷൻ നിങ്ങളുടെ പേനത്തുമ്പിൽ റെഡി ആയിരിക്കണം. ഫോർ ഇൻസ്റ്റൻസ്, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിന്റെ അപ്രിസിയേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇൻട്രൊഡക്ഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. എന്താ? ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഇസ് എ സ്പ്ലെൻഡിഡ് പോയം റിട്ടൺ ബൈ ദ പോപ്പുലർ ബ്രിട്ടീഷ് റൊമാൻറ്റിക് പോയറ്റ് വില്യം വേർഡ്സ്വർത്ത്. അത് കഴിഞ്ഞിട്ടോ, the poem talks about the harmony and coexistence in the world of nature and exposes the cruelty and disharmony in human world. The poem is arranged in 6 quatrains with a rhyme scheme of ഇന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കൃത്യമായ കൃത്യമായ ഇൻട്രൊഡക്ഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇനി the ballad of Father Gilligan ആണെങ്കിലോ, the ballad of Father Gilligan is a beautiful poem written by the popular Chilean poet W.B. Yeats. The poem talks about the tragic experience that happened in the life of a poor priest who served in his parish during the time of an epidemic and an experience of miracle that happened in his life. നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ഞാൻ പറഞ്ഞത് ഈ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് ഓരോ പോയത്തിന്റെയും ഇൻട്രൊഡക്ഷൻ ബൈ ഹാർട്ട് ആയിരിക്കണം. ആൻഡ് അത് നിങ്ങൾക്ക് തരുന്ന ഭീകരമായ ഒരു കോൺഫിഡൻസ് ഉണ്ട് എക്സാം ഹാളിൽ. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്റ്റാൻസാസ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ ലൈനും ഒരു തവണ വൃത്തിയായിട്ട് വായിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ആണ് വായിക്കുന്നെങ്കിൽ അതിൽ ആദ്യത്തെ വരി എന്താ? ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ് ആണല്ലോ. ആണ്. അപ്പൊ എന്താ ആലോചിക്കേണ്ടത്? ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഭാഷയിൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക? ദ പോയറ്റ് വാസ് സിറ്റിംഗ് ഇൻ എ ഗ്രോവ് ഇൻ എ റിലാക്സ്ഡ് മാനർ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഇനി അടുത്തത്, ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് പറഞ്ഞ വരിയിലുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ്? ഓഡിറ്ററി ഇമേജും ഹൈപ്പർബലിയും. ഈ രീതിയിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഇനി അടുത്തത്, നമ്മൾ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗനിലേക്ക് വരുവാണെങ്കിൽ അതിന്റെ ആദ്യത്തെ സ്റ്റാൻസ് എന്താ? ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ വാസ് വെറി നൈറ്റ് ആൻഡ് ഡേ ഫോർ ഹാഫ് ഹിസ് ഫ്ലോക്ക് വെർ ഇൻ ദ ബെഡ് ഓർ അണ്ടർ ഗ്രീൻ സോർട്സ്. അല്ലേ? ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ, അവിടെ ഏതാണ് ഫിഗർ ഓഫ് സ്പീച്ച്? അലിട്രേഷൻ ആണ്. വാസ് വെറിയിലും അലിട്രേഷൻ ആണ്. ഫോർ ഹാഫ് ഹിസ് ഫ്ലോക്ക് were in the beds. അല്ലെ? അവിടെ ഫ്ലോക്ക് എന്ന് പറഞ്ഞ വേർഡ് എന്തിനാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ പാരിഷനേഴ്സ് ആണ്. അവിടെ പീപ്പിൾ ആർ ഡെഡ് ആൻഡ് ബറീഡ് എന്ന് സിഗ്നിഫൈ ചെയ്യുന്ന വരി ഏതാണ്? അണ്ടർ ഗ്രീൻ സോർട്സിൽ. ഈ കോൺഫിഡൻസിൽ ഓരോ വരിയും ഒരു തവണ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു പോകണം. ചുമ്മാ പാസീവായിട്ട് വായിച്ചു പോകരുത്. അതിന്റെ കൂടെ എന്തുകൂടെ വായിച്ചു പോകണം? പോയറ്റിക് ഡിവൈസസ് കൂടെ. ഓരോ വരിയിലും പോയറ്റിക് ഡിവൈസസ് സെപ്പറേറ്റ് എന്ത് ചെയ്യുക? ഒരു തവണ ഓർമ്മിച്ച് വെക്കുക, ബൈ ഹാർട്ട് ചെയ്ത് വെക്കണ്ട. ദെൻ ഒരു കൺക്ലൂഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ എല്ലാ എന്താ പറയുക പോയത്തിന്റെ അപ്രിസിയേഷൻ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുന്ന സമയത്ത് ഒരു ലൈൻ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും? നിങ്ങളുടെ കോൺഫിഡൻസ് താറുമാറാവും, നിങ്ങളുടെ പരീക്ഷാ പേപ്പർ കൊള്ളാവും. അതിനൊന്നും ആവശ്യമില്ല. നോക്കൂ, അപ്രിസിയേഷൻ പോയട്രിയുടെ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പോയംസിൽ ഒന്നാണ് എന്താ? പോയട്രി. ആ പോയട്രിയുടെ അപ്രിസിയേഷൻ സിമ്പിൾ ആണ്. പോയട്രിയുടെ അപ്രിസിയേഷൻ ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. അതായത് ഇൻട്രൊഡക്ഷൻ കാണാതെ പഠിച്ചു വെക്കുക. ഇതുപോലെ ഡിറ്റോ പഠിച്ചു വെക്കണമെന്നല്ല, ഒരു സ്ട്രക്ചർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പോയട്രി ഈസ് എ സ്പ്ലെൻഡിഡ് പോയം റിട്ടൺ ബൈ ദ പോപ്പുലർ ചിലിയൻ പോയറ്റ് പാബ്ലോ നെരൂദ. ഓക്കെ, ശരി. ഇനി എന്താണ് ഈ പോയത്തിന്റെ തീം? ദ പോയംസ് തീം, പോയത്തിന്റെ തീം എന്താണ്? ദ ജോയ്ഫുൾ ആൻഡ് എക്സൈറ്റിംഗ് ഫീലിംഗ് ദാറ്റ് ദ പോയറ്റ് എക്സ്പീരിയൻസ്ഡ് വെൻ ഹി വാസ് എംബ്രേസ്ഡ് ബൈ ദ പോയറ്റിക് ഇൻസ്പിറേഷൻ. പോയറ്റിക് ഇൻസ്പിറേഷൻ കവി എംബ്രേസ് ചെയ്തപ്പോൾ, കവിയിലേക്ക് വന്നപ്പോൾ കവി എക്സ്പീരിയൻസ് ചെയ്ത ജോയ്ഫുൾ, സന്തോഷകരമായിട്ടുള്ള, എക്സൈറ്റിംഗ്, ആവേശകരമായിട്ടുള്ള ഫീലിംഗിനെ കുറിച്ചാണ് ഈ പോയത്തിന്റെ തീം എന്ന് പറയുന്നത്. ദ പോയം ഇസ് കമ്പോസ്ഡ് ഇൻ ഫ്രീ വേഴ്സ് സ്റ്റൈൽ. കീവേഡ് ഓർമ്മിച്ച് വെച്ചാൽ മതി. പോയം ഫ്രീ വേഴ്സ് സ്റ്റൈലാണ് എഴുതിയിട്ടുള്ളത്. ഇനി പോയറ്റിന്റെ എക്സ്പീരിയൻസിനെ നമുക്ക് വേണമെങ്കിൽ 3 സ്റ്റേജുകളായി ഡിവൈഡ് ചെയ്യാം. ഒന്ന് എന്താണ്? അറൈവൽ ഓഫ് ദ പോയട്രി, പോയറ്റ് സ്ക്രിബ്ലിംഗ് ഹിസ് ഫസ്റ്റ് ലൈൻ, ദെൻ പീരിയഡ് ആഫ്റ്റർ കമ്പോസ് ദ ഫസ്റ്റ് ലൈൻ. സോ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നോ രണ്ടോ തവണ എഴുതി പഠിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അത് നിങ്ങൾ ചെയ്യൂലേ? ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം.
ട്രസ്റ്റ് മീ ഓൺ ദാറ്റ്. നാച്ചു സാർ പറയുന്നത് ഈ കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കണം, കാരണം ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഓരോ പോയം ലൈൻ ബൈ ലൈൻ തന്നെ വായിക്കണം. ആദ്യത്തെ റൗണ്ട് ലൈൻ ബൈ ലൈൻ വായിക്കാതെ പോകരുത്. ഓക്കെ, ഞാനിവിടെ ചുമ്മാ ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവഡ് ഇൻ സെർച്ച് ഓഫ് മീ, ഐ ഡോണ്ട് നോ വേർ ഇറ്റ് കെയിം ഫ്രം. സോ അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഇന്ന്, അതായത് ഫെബ്രുവരി 15 വൈകുന്നേരം കൃത്യം 7 മണിക്ക് സൈലത്തിന്റെ SSLC ചാനലിൽ കംപ്ലീറ്റ് പോയംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ പോയംസിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ, പോയറ്റിക് ഡിവൈസസ്, ദെൻ അപ്രിസിയേഷൻ എല്ലാം അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ലൈവിന്റെ ലിങ്ക് എനിക്ക് തോന്നുന്നു താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. സോ അതിപ്പോ തന്നെ എന്ത് ചെയ്യുക, അതിന്റെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ട് മാക്സിമം ആളുകളിലേക്ക് ആ ലൈവിന്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നാമത്തെ സ്റ്റാൻസിലെ പോയറ്റിക് ഡിവൈസസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിൽ ചെറുങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ വായിക്കുമ്പോൾ നിങ്ങളുടെ തലയിലത് കിടക്കും. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി സിമ്പിൾ ആണ്, അതിനൊരു കൺക്ലൂഷൻ വേണം. ഇനി ഒരു കൺക്ലൂഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് എഴുതിക്കോ. എല്ലാ പോയത്തിനും നിങ്ങൾക്ക് ഈ കൺക്ലൂഷൻ എഴുതാം. നോക്കൂ, the poem captured my attention because of the brilliant language and imagery it used. തമാശയ്ക്ക് പറഞ്ഞതാണ്, പക്ഷെ ഇത് എഴുതി വെക്കാം. ഇത് എല്ലാ പോയത്തിന്റെ അവസാനം എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു പോയത്തിന്റെ അപ്രിസിയേഷന് വേണ്ടി ആ പോയം പഠിക്കുക. ഇൻട്രൊഡക്ഷൻ ആദ്യം പഠിച്ചു വെക്കുക. ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ വായനയിൽ പഠിച്ചിട്ടുണ്ടാവും. പോയറ്റിക് ഡിവൈസസ് എഴുതാൻ നമ്മൾ ഈ വായനയിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു കൺക്ലൂഷനും കൂടെ എഴുതുക. അല്ലാതെ 5 പോയത്തിന്റെയും അപ്രിസിയേഷൻ ലൈൻ ബൈ ഹാർട്ട് ചെയ്ത് കാണാതെ പഠിച്ച് ടെൻഷനിലും പ്രഷറിലും എന്ത് ചെയ്യരുത്, പരീക്ഷയ്ക്ക് പോകരുത്. എങ്ങനെയാണ് പോയംസ് അടിപൊളിയായിട്ട് പഠിക്കേണ്ടത്, എവിടെയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് അത് വായിക്കേണ്ടത് എന്നൊക്കെ ഇന്ന് വൈകുന്നേരം ഫെബ്രുവരി 15 വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ നമ്മൾ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യും. സോ ആ ലൈവിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് പീപ്പിൾ. Thank you for watching.